Praise the Lord. Praise the Lord. സന്തോഷത്തോടെ എല്ലാവരും ചേർന്ന് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് കാണുന്ന ലോകത്തിലെ സകല ആളുകളും ഒരുമിച്ച് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഒരു മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു മനുഷ്യന് വേണ്ടി ചെയ്യുന്ന മഹനീയ കാര്യങ്ങളെക്കുറിച്ചുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. വർഷങ്ങളായി, ഒരുപാട് നാളുകളായി പ്രാർത്ഥിച്ച് ഞാൻ നിൻ്റെ മുമ്പിൽ വ്യാപരിക്കുകയാണല്ലോ. ഈ രാത്രി അവിടുന്ന് എന്നെ കടാക്ഷിക്കണമേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. വചനം നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാൻ, 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുവാൻ കർത്താവെ ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് അതിശക്തമായിട്ടുള്ള ഒരു അഭിഷേകവും പ്രാർത്ഥനയുടെ ഒരു വരവും നമ്മുടെ മേൽ ദൈവം ഈ നിമിഷങ്ങളിൽ ചൊരിയാൻ ആഗ്രഹിച്ച് സ്നേഹമുള്ള എല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തുന്ന സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, ഹൃദയം തുടങ്ങി പ്രാർത്ഥിക്കട്ടെ, അതിനെ തുറന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവായി ദൈവമേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇപ്പോഴത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സകലരുടെ മേലും ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. 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 അടുത്തിരിക്കുന്നവർക്ക് സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് ചിരിച്ചോണ്ടൊക്കെ കൊടുക്കുക. ഇരിക്കാം, സന്തോഷത്തോടെ എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പ്രബോധനം അത് കേൾക്കാൻ നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും നമുക്ക് ഒരുക്കാം. ദൈവത്തിന്റെ വചനം വിശുദ്ധ ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് സുപരിചിതമാണ്. എങ്കിലും കർത്താവ് ഈ രാത്രി നിങ്ങൾക്ക് നൽകുന്ന മഹനീയമായ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 5 മുതലുള്ള വാക്യങ്ങൾ 13 വരെയുള്ള വാക്യങ്ങൾ അതിങ്ങനെയാണ്. ഹെഡിങ് പ്രാർത്ഥനയുടെ ശക്തി എന്നാണ്. പ്രാർത്ഥനയുടെ ശക്തി. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചും എല്ലാവർക്കും അറിയാം. ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. എങ്കിലും ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യനിൽ നിന്ന് കുറഞ്ഞു പോകുന്ന ഒരു സംഗതിയാണല്ലോ പ്രാർത്ഥന. അതിനെക്കുറിച്ച് അല്പകാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ്. പ്രാർത്ഥനയുടെ ശക്തി എന്ന ഹെഡിങ്ങിൽ 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന തിരുവചന ഭാഗം ഇതാണ്. പ്രിയരെ, ഒരു മനുഷ്യന് ഒരു സ്നേഹിതനുണ്ടായിരുന്നു. ആ സ്നേഹിതൻ യാത്രാമധ്യേ ഈ സ്നേഹിതന്റെ അടുത്ത് വന്നു. അത് രാത്രിയാണ്. അവൻ കുട്ടികളുമായി കിടന്നിരുന്നു. ഈ സ്നേഹിതൻ പുറത്ത് മുട്ടി വിളിച്ചു, സ്നേഹിത, എന്റെ അടുത്ത് എന്റെ കൂട്ടുകാർ 3 പേര് വന്നിട്ടുണ്ട്, 2-3 പേര് വന്നിട്ടുണ്ട്. അവർക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞങ്ങൾ ആഹാരം കഴിച്ച് കിടന്നതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ തീർന്നുപോയി. വാതിക്കൽ മുട്ടിയപ്പോൾ ഈ സ്നേഹിതൻ ഇങ്ങനെ പറഞ്ഞു, സ്നേഹിത, നിനക്ക് എഴുന്നേറ്റ് ഒന്നും തരാൻ എനിക്ക് സാധിക്കുകയില്ല. എൻ്റെ കുട്ടികളും എൻ്റെ ഭാര്യയുമൊക്കെ എൻ്റെ കൂടെയാണ്, അതുകൊണ്ട് എനിക്കൊന്നും സാധിക്കുകയില്ല. ഈ സ്നേഹിതൻ വാതിൽ മുട്ടുന്നത് നിർത്തിയില്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനം എങ്ങനെയാണ്? അവൻ സ്നേഹിതനാണ് എന്നതിന്റെ പേരിൽ ഒന്നും കൊടുക്കുകയില്ലെങ്കിലും നിർബന്ധം നിമിത്തം അവന് വേണ്ടത് കൊടുക്കും. ഹല്ലേലൂയ. പോരാ, നന്നായിട്ട് പറയട്ടെ, ഹല്ലേലൂയ. നിർബന്ധം എന്ന വാക്ക് നിങ്ങളുടെ മനസ്സിൽ ഈ രാത്രി കുറിച്ചിടണം. യേശുക്രിസ്തു പറഞ്ഞ വാക്കാണത്. യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ച ഒരു വചനമാണത്. അതായത് അവൻ സ്നേഹിതനാണ് എന്നതിന്റെ പേരിൽ അവർക്കൊന്നും കൊടുക്കില്ലെങ്കിലും, തന്റെ കൂട്ടുകാരന് ഒന്നും കൊടുക്കില്ലെങ്കിലും, അടുത്ത വചനം ഇങ്ങനെയാണ്, നിർബന്ധം നിമിത്തം അവന് വേണ്ടത് കൊടുക്കും. നിർബന്ധം നിമിത്തം അവന് വേണ്ടത് കൊടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനയിൽ ഒരു നിർബന്ധം അനിവാര്യമാണ്. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. നല്ല ജീവനോടെ കേൾക്കണം. വചനം കേൾക്കുമ്പോൾ ഉറങ്ങുന്ന ശീലം നമുക്ക് നല്ലതല്ല, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് വചനം പഠിപ്പിക്കുകയാണ്, അവൻ സ്നേഹിതനാണ് എന്നതിന്റെ പേരിൽ ഒന്നും കൊടുക്കുകയില്ലെങ്കിലും നിർബന്ധം നിമിത്തം അവൻ എഴുന്നേറ്റ് വേണ്ടത് കൊടുക്കും. നിർബന്ധം എന്ന വാക്ക് മനസ്സിൽ കുറിച്ചിടുക. അടുത്ത സുവിശേഷത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അത് ലൂക്കാ സുവിശേഷം തന്നെയാണ്. 18-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ ദൈവം നമ്മളിങ്ങനെ പഠിപ്പിച്ചു. ഒരു പട്ടണത്തിൽ ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. ഞാൻ സമയം കുറവായതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പറയും. എന്തെങ്കിലും കാരണത്താൽ തിരിഞ്ഞില്ലെങ്കിൽ ഞാൻ രണ്ടാമത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളും. അതിങ്ങനെയാണ്. ഒരു പട്ടണത്തിൽ ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. ന്യായാധിപന്റെ സ്വഭാവം വളരെ മോശപ്പെട്ട സ്വഭാവമാണ്.
വേറെ വൃത്തികേടൊന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ലെങ്കിലും ഈ ന്യായാധിപൻ ന്യായം നടത്തി കൊടുക്കുന്ന കാര്യത്തിൽ അത്ര ശുഷ്കാന്തിയുള്ള ഒരു മനുഷ്യനായിരുന്നില്ല. ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. ആ വിധവയുടെ ഒരു പ്രത്യേകത ഇതാണ്: ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അത് നടത്തിയിട്ടേ ആ വിധവ തിരിച്ചു വരുള്ളൂ. അതാണ് അവളുടെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. ഓരോ വാക്കിന് അർത്ഥമുണ്ട്. ഓരോ വാക്കും വിശദീകരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സമയത്തിന്റെ പരിമിതി മൂലം ചിന്തിച്ചോളണം. ആ വിധവയുടെ ഒരു പ്രത്യേകത ഇതാണ്: അവൾ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അത് നിവർത്തിച്ചിട്ടേ അവൾ തിരിച്ചു വരുള്ളൂ. ഈ ന്യായാധിപന്റെ അരികിൽ ചെന്ന് ഈ വിധവ പറഞ്ഞു, യജമാനനെ, ന്യായാധിപ, എനിക്ക് ന്യായം നടത്തി തരണം. പല പ്രാവശ്യം പറഞ്ഞിട്ട്, ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, പല പ്രാവശ്യം പറഞ്ഞിട്ട് ആ ന്യായാധിപൻ അനങ്ങിയില്ല. എന്നാൽ ആ സ്ത്രീയുടെ പ്രത്യേകത, ന്യായാധിപനെ അനക്കിയിട്ടേ പിന്മാറൂ എന്നുള്ളതാണ് ആ സ്ത്രീയുടെ പ്രത്യേകത. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൾ കൂടെ കൂടെ ഈ ന്യായാധിപനെ സന്ദർശിക്കാൻ തുടങ്ങി. അപ്പോൾ ന്യായാധിപൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അത് ശ്രദ്ധിച്ചു കേൾക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ആ ന്യായാധിപൻ ഇങ്ങനെ ചിന്തിച്ചു: ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതിനർത്ഥം അദ്ദേഹത്തിന് ഒരു സെൽഫ് അവയർനെസ്, ഒരു സ്വയാവബോധമുണ്ട്. ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. എങ്കിലും ഈ വിധവ എന്നെ കൂടെ കൂടെ ശല്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. ഹല്ലേലൂയ. വാക്ക് ശ്രദ്ധിച്ചു കേൾക്കണം. ആ ന്യായാധിപൻ പറയാണ്, ഈ വിധവ എന്നെ കൂടെ കൂടെ ശല്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. ശല്യം എന്ന വാക്ക് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. 2 വാക്ക്, ഒന്ന് നിർബന്ധം, മറ്റൊന്ന് ശല്യം. മറന്നു പോകരുത് 2 എണ്ണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് യേശുക്രിസ്തു അത് കൺക്ലൂഡ് ചെയ്യുന്നത്, വൈൻഡപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ആ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവിൻ. ബൈബിൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു വായിക്കണം എന്നൊരു ധ്വനിയുണ്ട് അതിനകത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവിൻ. എന്നിട്ട് കർത്താവ് ഇങ്ങനെയാണ് അത് ചേർത്ത് വെച്ചിരിക്കുന്നത്: ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ആ ന്യായാധിപൻ ഈ വിധവയുടെ ശല്യം സഹിക്കാതെ അവൾക്ക് നീതി നടത്തി കൊടുത്തെങ്കിൽ, കർത്താവ് പറയാണ്, രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന എന്ന് വെച്ചാൽ തന്നോട് പ്രാർത്ഥിക്കുന്ന എന്നാണ് അതിനർത്ഥം. രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തന്റെ പ്രിയപ്പെട്ടവർക്ക്, തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുകയില്ലേ? അതിനവിടുന്ന് കാലം വിളംബം വരുത്തുമോ? യേശുക്രിസ്തു ഇങ്ങനെ പറയാണ്: ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഉത്തരം ഇതാണ്: ഞാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം നൽകും. വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാം. വിശ്വസിക്കാത്തവരും ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാം. അപ്പൊ എല്ലാത്തിനും ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് സന്തോഷമായി. ലോകത്ത് എല്ലാ സ്ഥലത്തും ഇത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ന്യായാധിപൻ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞ് അത് കൺക്ലൂഡ് ചെയ്യുകയാണ്. അതായത് ആ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ ശ്രദ്ധിക്കണം. ചുമ്മാ വചനം കേട്ട് അവിടെ ഇരിക്കരുത്, ശ്രദ്ധിക്കണം. വചനം പഠിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ? ഈ ന്യായാധിപൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്ന വ്യക്തിയല്ല. എന്നിട്ട് പോലും ആ ന്യായാധിപൻ ആ വിധവയുടെ ശല്യം സഹിക്കാതെ അവക്ക് നീതി നടത്തി കൊടുത്തെങ്കിൽ, ഒരു നീതിമാനായി ദൈവം നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം തരാതിരിക്കുമോ? അതാണ് ചോദ്യം. പ്രൈസ് ദി ലോർഡ്. ഉത്തരവുണ്ട് സഹോദരങ്ങളെ. ദൈവം ഉത്തരം തരും. അത് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാം വചനത്തിലൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 11-ാം അധ്യായം 24-ാമത്തെ വാക്യം അതിങ്ങനെയാണ്: പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കും എന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിശ്വാസമുള്ളവർ വലതുകരം ഉയർത്തിപ്പിടിക്കുക. വലതുകരം ലിഫ്റ്റ് അപ്പ് യുവർ റൈറ്റ് ഹാൻഡ്. എന്നിട്ട് ഇതിങ്ങനെ ഏറ്റു പറയുക: പ്രാർത്ഥിക്കുകയും, ഉറക്കെ പറയൂ, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇനി ലൂക്കാ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. 5 മുതലുള്ള വാക്യങ്ങളിൽ ആ ന്യായാധിപൻ ആ സ്നേഹിതനെ കുറിച്ച് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ സ്നേഹിതൻ എന്ന പേരിൽ കൊടുത്തില്ലെങ്കിലും നിർബന്ധ നിമിത്തം കൊടുത്തു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് അതിന്റെ താഴേക്ക് കർത്താവ് പറയുന്ന വചനം ഇങ്ങനെയാണ്: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. 3 കാര്യം കർത്താവ് പറയാണ്. ചോദിക്കുന്ന ഏതൊരുവനും ലഭിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ അപ്പനോട് ചോദിക്കുന്ന ചോദ്യമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. അതിനൊരു പവറുണ്ട്. അതാണ് കർത്താവ് പറയുന്നത്: ചോദിക്കുന്ന ഏതൊരുവനും ലഭിക്കും, അന്വേഷിക്കുന്നവൻ അത് കണ്ടെത്തും, മുട്ടുന്നവൻ അത് തുറന്നു കിട്ടുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് കർത്താവ് നമ്മളെ വിളിച്ചൊരു പേരുണ്ട്: നിങ്ങളുടെ മക്കൾക്ക്
ദുഷ്ടരായ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും മീൻ ചോദിച്ചാൽ നിങ്ങൾ പാമ്പിനെ കൊടുക്കുവോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുവോ? എന്നിട്ട് കർത്താവ് പറയാണ്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ ഞാൻ നിങ്ങളെ ദുഷ്ടർ എന്ന് വിളിച്ചു എന്ന് നിങ്ങൾ പറയരുത്. ബൈബിൾ വചനമാണ്. യേശുക്രിസ്തു വിളിച്ചതാണ്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നേരിട്ട് സ്വർഗ്ഗത്തിലേക്ക് വിട്ടോളണം, എന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കരുത്. കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്ന് വെച്ചാൽ നന്മ നൽകുകയില്ല, അനുഗ്രഹം നൽകുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചത്. ലൂക്ക 11:1 മുതലുള്ള വാക്യങ്ങൾ 4 വരെ എന്നറിയാമോ? യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഈശോ ആ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിന് ശേഷം അതിന്റെ ശക്തിയെക്കുറിച്ച് പ്രകടമാക്കിയ ദൈവവചന ഭാഗമാണ് നമ്മൾ കേട്ടത്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരിക. ഈ കാലഘട്ടത്തിൽ ഒരുപാട് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്ക് അഭിമാനിക്കാം. കത്തോലിക്ക സഭയിൽ ധാരാളം പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ ഒരു വലിയ ഗണം ഇന്നുണ്ട് സഹോദരങ്ങളെ. അഭിമാനത്തോടെ നമുക്കതിന് ദൈവത്തിന് നന്ദി പറയാം. എന്നാൽ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും രോഗങ്ങളുടെയും വേദനകളുടെയും നടുവിൽ തന്റെ പ്രാർത്ഥനാ ജീവിതത്തെ പരിപോഷിപ്പിക്കാൻ പലർക്കും സാധിക്കാതെ പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ നിങ്ങളോടൊരു സംഭവം പറയാം. എൻ്റെ ഒരു അകന്ന സുഹൃത്ത് ഒരിക്കൽ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥനാപേക്ഷ നടത്തി. അതിങ്ങനെയാണ്, അദ്ദേഹം റബ്ബറും തോട്ടം സ്ലോട്ടർ എടുത്തു. അതായത് മുതുവെട്ട് എന്ന് നമ്മൾ പച്ച മലയാളത്തിൽ പറയും, സ്ലോട്ടർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ സാധനം എടുത്തു. എന്നിട്ട് അത് തിരിച്ചു വിൽക്കാൻ അദ്ദേഹം നോക്കിയിട്ട് എന്തു ചെയ്താൽ നടക്കണില്ല. എന്റെ സഹോദരങ്ങളെ, അവസാനം ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി മറ്റൊരാളെ ഏൽപ്പിച്ച് നാട് വിടാൻ തീരുമാനിച്ചിട്ട് അത് ആലോചിക്കാനാണ് ഈ പാവപ്പെട്ട എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ എൻ്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞു പ്രാർത്ഥനയുടെ സമയത്ത്. അതിങ്ങനെയാണ്, ഇപ്പോൾ നാട് വിടണ്ട, 5 ദിവസം കഴിഞ്ഞിട്ട് നാട് വിട്ടാൽ മതി, അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറയാൻ പറഞ്ഞു. ഞാനത് അതേപോലെ ഈ മനുഷ്യനോട് പറഞ്ഞു, ചേട്ടാ ഇപ്പോൾ നാട് വിടേണ്ട കാര്യമില്ല, ഒരു 5 ദിവസം പോയിരുന്ന് പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറയണത്. ഈ മനുഷ്യന്റെ മുഖത്തേക്ക് വളരെ ക്യൂരിയോസിറ്റിയോടെ നോക്കി. ഇനി എന്ത് ചെയ്യും? അദ്ദേഹമാണെങ്കിൽ ഗതികേടിന്റെ അങ്ങേയറ്റത്തെത്തി നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം പറഞ്ഞാൽ അതിന് വ്യത്യാസമില്ല. നിങ്ങൾക്കറിയാമോ, മലപ്പുറം ജില്ലയിൽ ഒരുപാട് ബ്രോക്കർമാർ നോക്കിയിട്ട് ഒരു മരത്തിന് 8700 രൂപ വിലയ്ക്ക് അദ്ദേഹം എടുത്തതാണ്. ഒരു മരത്തിന് 8700 രൂപ. സംഖ്യയൊക്കെ കൃത്യമായിട്ട് മനസ്സിൽ ഓർത്തിരുന്നോളണം, എന്നാൽ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഇനി അത് വിൽക്കാൻ നോക്കിയത് എത്രയെന്നറിയാമോ? 7000-ന്. അപ്പോൾ ഒരു മരത്തിന് 1700 രൂപ നഷ്ടത്തിൽ വിൽക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ വന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞ വചനം ഇതാണ്, 5 ദിവസം കഴിഞ്ഞ് പോകുക, അത് മതി, അവിടെ പോയിരിക്കാൻ പറഞ്ഞു. ഇദ്ദേഹം പോയി 4 ദിവസം പ്രാർത്ഥിച്ചു. 4ാമത്തെ ദിവസം അദ്ദേഹം ഈ സ്ലോട്ട് എടുത്ത തോട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ആ തോട്ടത്തിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ തോട്ടം മറിച്ചു വിൽക്കുന്നുവോ? എൻ്റെ ഈ സുഹൃത്ത് പറഞ്ഞു, വിൽക്കുന്നുണ്ട്. അപ്പോൾ എടുക്കാൻ വന്നയാൾ ചോദിച്ചു, എന്നാ വില തരണം? വിൽക്കാനിരിക്കുന്ന എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു പറയണ വിലയ്ക്ക് തന്നേക്കാം, കാരണം ഇതിനു മുമ്പ് ഒരുപാട് വില പറഞ്ഞു മടുത്തതാണ്. അത് അദ്ദേഹത്തോട് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങോട്ട് നോക്കൂ, ദൈവം അത്ഭുതം ചെയ്യുന്നത്. ഈ വന്ന മനുഷ്യൻ, അത് മേടിക്കാൻ വന്ന മനുഷ്യൻ ആ റബ്ബറും തോട്ടമൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു മരത്തിന് 9000 രൂപ വെച്ച് തരാം, കൊടുക്കുന്നു എന്ന് ചോദിച്ചു. കൊടുക്കാനിരുന്ന എൻ്റെ സുഹൃത്തിന്റെ കണ്ണിക്കിടെ കണ്ണുനീര് വരാൻ തുടങ്ങി. 7000-ന് കൊടുക്കാൻ നോക്കിയിട്ട് നടക്കാത്ത സംഗതിയാണ് 9000-ന് ഇങ്ങോട്ട് വന്നെടുക്കാൻ ആള് വരുന്നത്. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തിരിച്ചറിവുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം പറയാണ്, ദൈവം നേരിട്ട് ആ റബ്ബർ തോട്ടത്തിലേക്ക് എന്റെ പ്രാർത്ഥനയുടെ ഫലമായി, ബ്രദറിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ഒരാളെ നിയോഗിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലേക്ക്, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ അദൃശ്യമായ ശക്തി പ്രകടമാക്കും ദൈവം. അതാണ് ലൂക്ക 6:19 വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തി. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ശക്തി പുറപ്പെടും. ഇത് നിങ്ങൾ വിശ്വസിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ പറയാണ്, എന്റെ ഹൃദയത്തിൽ എന്റെ ദൈവത്തോട് തോന്നിയ സ്നേഹത്തിന് അതിരില്ല. 7000-ന് വിൽക്കാൻ നോക്കിയിട്ട് നടക്കാത്തത് 9000-ന് എടുക്കാൻ ഒരു മനുഷ്യൻ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക സഹോദരങ്ങളെ. ഇതാണ് ഇന്നും പ്രവർത്തിക്കുന്ന, ഇന്നും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നമ്മുടെ കർത്താവിന്റെ ശക്തി എന്നൊരു തിരിച്ചറിവ് നമുക്ക് അനിവാര്യമാണ്. വലതുകരം ഉയർത്തി ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാം. എല്ലാവരും പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ആ മനുഷ്യൻ ഇന്ന് നല്ല അന്തസ്സായിട്ട് ജീവിച്ചിരിപ്പുണ്ട്. അല്ലെങ്കിൽ ആ മനുഷ്യനൊക്കെ പണ്ട് ആത്മഹത്യ ചെയ്തു പോയനെ. ഇത് ദൈവം നമുക്ക് നൽകുന്ന ശക്തിയാണ്. അതുകൊണ്ടാണ് മർക്കോസ് 11:24 കർത്താവിന്റെ വചനം നമ്മളിങ്ങനെ പഠിപ്പിച്ചത്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കും എന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 9-ാമത്തെ വാക്യം അതിങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: മകനെ, രോഗം വരുമ്പോൾ, മകളെ പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഈ രാത്രി നന്നായിട്ട് സൂക്ഷിക്കുക. വചനം ഇതാണ്. പ്രഭാഷകൻ ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 38:9 വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: മകനെ, മകളെ, രോഗം വരുമ്പോൾ, രോഗം മാത്രമല്ല സഹോദരങ്ങളെ, അതിന്റെ കൂടെ നമുക്ക് എന്തും ആഡ് ചെയ്യാം. കഷ്ടത വരുമ്പോൾ, ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, ക്ലേശം വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോൾ, അപമാനം ഉണ്ടാകുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ രണ്ടുപേരുടെ ഓർമ്മ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഒന്ന് ആ വിധവ, മറ്റൊന്ന് ആ സ്നേഹിതൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്: മകനെ, മകളെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ദുരന്തം എന്താണ്? നമ്മൾ വളരെ പെട്ടെന്ന് പറയുന്ന ഒരു കാര്യമാണ്: എന്റെ ബ്രദറെ, പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മടുത്തു. എന്റെ പൊന്നു സഹോദരങ്ങളെ, ലോജിക്കായിട്ടൊരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തിന്ന് തിന്ന് മടുത്തു എന്ന്? ഇന്നുവരെ ലോക ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടില്ല തിന്ന് തിന്നു മടുത്തുന്ന്. എന്നാൽ വിശ്വാസികൾ ഉടനെ പറയുന്ന വാക്കാണ്: ബ്രദറേ, ഒന്ന് പ്രാർത്ഥിക്കൂ ബ്രദറേ, ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ പ്രാർത്ഥിച്ചു മടുക്കൂ? അതാണ് എന്റെ ചോദ്യം. അങ്ങനെ മടുത്തിരുന്നെങ്കിൽ മോണിക്ക പുണ്യവതിക്ക് എങ്ങനെ അഗസ്റ്റിനെ ഒരു വിശുദ്ധനാക്കാൻ പറ്റുമായിരുന്നു? ചിന്തിച്ചു നോക്ക്. അങ്ങനെ മടുത്തിരുന്നെങ്കിൽ ഈ ലോകത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നു? ഏതു പാപി മാനസാന്തരപ്പെടുമായിരുന്നു? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനയിലല്ല നമുക്ക് മടുപ്പ് തോന്നേണ്ടത്. തീറ്റ കുറച്ച് കുറഞ്ഞാലും, ഫാഷൻ പരേഡ് കുറച്ച് കുറഞ്ഞാലും നമ്മൾ പ്രാർത്ഥനയിൽ കുറവ് കാണിക്കരുത്. എല്ലാ മനുഷ്യരും അവരവരുടെ ജീവിതത്തിൽ ഷോർട്ട് ചെയ്യുന്ന, ചുരുക്കുന്ന ഒരു സംഗതിയാണ് പ്രാർത്ഥന. ഒരു വിരുന്നുകാരൻ വന്നാൽ വീട്ടിൽ പ്രാർത്ഥനയില്ല. നമുക്കൊരു തിരക്കുണ്ടായാൽ വ്യക്തിപരമായ പ്രാർത്ഥനയില്ല. എന്തെങ്കിലും ഒരു അർജന്റ് വന്നാൽ പള്ളിപ്പൊക്ക് വേണ്ടാന്ന് വെക്കും. പ്രാർത്ഥനാ ജീവിതം വേണ്ടാന്ന് വെച്ചിട്ടല്ല മനുഷ്യൻ തന്റെ ഭൗതിക ലോകം കെട്ടിപ്പടുക്കേണ്ടത്. അതിനെക്കുറിച്ചൊരു ബോധം നമുക്ക് വേണം. അല്ലെങ്കിൽ വരും കാലങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം ലോകത്തുണ്ടാകാതെ വരും. നമ്മൾ പ്രാർത്ഥിച്ചു മടുക്കാൻ വിളിക്കപ്പെട്ടവരല്ല, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ പ്രവർത്തിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതിനെക്കുറിച്ചൊരു ചിന്ത, ഒരു വിശ്വാസം, ഒരു ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിലാണ് നിരന്തരമായ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. ലൂക്ക 18 ഒന്ന് മടങ്ങി വരിക. ഞാൻ നേരത്തെ സൂചിപ്പിക്കാത്ത ഒരു വചനം നിങ്ങളിപ്പോ സൂചിപ്പിക്കുകയാണ്. അതിങ്ങനെയാണ്: ഭഗ്നാശരാകാതെ. ശ്രദ്ധിച്ചേ, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു പറഞ്ഞ സംഭവമാണ് ന്യായാധിപന്റെയും വിധവയുടെ സംഭവം. ഇവിടെ അത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ആദ്യം ഉപയോഗിക്കാതിരുന്നത്. ഭഗ്നാശരാകാതെ. ഇനി പ്രഭാഷകന്റെ പുസ്തകം 38:9 മടങ്ങി വരൂ. ഉദാസീനനാകാതെ. രണ്ട് വാക്കുകൾ ഓർക്കുക. ഒന്ന്, ഭഗ്നാശരാകാതെ. രണ്ട്, ഉദാസീനത കാണിക്കാതെ, മടുപ്പ് കൂടാതെ, വിശ്വാസത്തിൽ അപജയമുണ്ടാകാതെ നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കണം. നിങ്ങൾക്കറിയാമോ, സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 10-11 വാക്യങ്ങൾ ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചു കേൾക്കണം. വചനം നിങ്ങളോട് സംസാരിക്കും. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ബോധ്യമുണ്ട്. എന്തിനാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനത്തിലൂടെ ദൈവം ഇതെല്ലാം പറയണത്? ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ആവശ്യമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാമത്തെ വാക്യം അതിങ്ങനെ പഠിപ്പിക്കുകയാണ്: പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല. ഞാൻ ആ സംഭവം നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു സമൂഹത്തിൽ നിന്ന്, ഒരു പ്രസ്ഥാനത്തിൽ നിന്ന്, അത് എഫാത്തയാണെങ്കിൽ ശരി, ഏതായാലും ശരി, ഒരു പ്രസ്ഥാനത്തിൽ നിന്ന്, ഒരു സമൂഹത്തിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തെ എടുത്തു മാറ്റുന്ന സാത്താനാണ്. എന്തിനാണ് അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഈ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന ആ കാര്യം ഓർക്കണം. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകനെ ഈ ശിഷ്യന്മാരെ എടുത്തു കൊണ്ടുവന്നു. യേശുവിന്റെ അടുത്താണ് കൊണ്ടുവന്നത്. ആ സമയത്ത് യേശുക്രിസ്തു അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് ശിഷ്യന്മാർ അതിനെ കൈകാര്യം ചെയ്യാൻ നോക്കി. പഠിച്ച പണി 18 നോക്കിയിട്ടും ആ ശിഷ്യന്മാർക്ക് ആ കുട്ടിയിൽ നിന്ന് പിശാചിനെ ഒഴിവാക്കാൻ പറ്റിയില്ല. എന്റെ സഹോദരങ്ങളെ, ബഹളം കേട്ട് എനിക്ക് തോന്നണത് ശിഷ്യന്മാർ അടിമേടിക്കുന്നതിന് മുൻപ് യേശുക്രിസ്തു അവിടെ എത്തി. യേശുക്രിസ്തു ചോദിച്ചു, എന്താ പ്രശ്നം? ഉടനെ ഇവർ പറഞ്ഞു, ആ പിതാവ് വിളിച്ചു പറഞ്ഞു,
കർത്താവെ, എൻ്റെ കുട്ടിയെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുകയാണ്. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അവർക്ക് പറ്റിയില്ല. ഉടനെ യേശുക്രിസ്തു വിളിച്ചു, കുട്ടിയെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. കുട്ടി അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ അപ്പനോട് ഈ യേശുക്രിസ്തു ചോദിച്ചു, ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? ഉടനെ ഈശോ പറഞ്ഞു, ശൈശവം മുതൽ പല പ്രാവശ്യം അവനിത് പീഡിപ്പിക്കുകയാണ്, തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. യേശുക്രിസ്തുവിന് സങ്കടം തോന്നി. ആ അപ്പന്റെ വേദന യേശുക്രിസ്തുവിന് മനസ്സിലായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു ആ കുട്ടിയുടെ മേലുള്ള പിശാചിനെ ബഹിഷ്കരിച്ച് കുട്ടിയെ അപ്പന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. എന്നിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. കൺവെൻഷൻ എല്ലാം തീർന്നു, എല്ലാവരും പിരിഞ്ഞുപോയി. അങ്ങനെ യേശുക്രിസ്തു തനിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഈ അപ്പസ്തോലന്മാര്, ശിഷ്യന്മാര് പയ്യെ ചെന്നിട്ട് യേശുക്രിസ്തുവോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവേ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ ബഹിഷ്കരിക്കാൻ പറ്റാതെ പോയത്? ആ ചോദ്യം നിങ്ങൾ മനസ്സിൽ ഓർക്കണം. കർത്താവെ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ ബഹിഷ്കരിക്കാൻ പറ്റാതെ പോയത്? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, യേശുക്രിസ്തു തിരിച്ച് അവർക്ക് കൊടുക്കുന്ന മറുപടി എന്നാണെന്നറിയാമോ? പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല. നിങ്ങൾ ആ വചനം ഒന്ന് പറയണം. ലോകത്തിൽ എവിടെയായിരുന്നാലും ആ വചനം പറയണം. അത്ര അർത്ഥവത്താണ്. നിങ്ങളെ വലതുകരം ഒന്ന് ഉയർത്തി പിടിക്കാമോ? വിരോധമില്ലെങ്കിൽ. എന്നിട്ട് ഉറക്കെ പറയാം, പ്രാർത്ഥന കൊണ്ടല്ലാതെ. പ്രാർത്ഥന കൊണ്ടല്ലാതെ. എല്ലാവരും പറയട്ടെ, പ്രാർത്ഥന കൊണ്ടല്ലാതെ. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല. കരങ്ങൾ താഴ്ത്തുക. ആ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച്. അത് യേശുക്രിസ്തു പറഞ്ഞ വാക്കാണ്, അപ്പസ്തോലന്മാർ പറഞ്ഞതല്ല. സാക്ഷാൽ യേശുക്രിസ്തു പറഞ്ഞതാണ്. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല. പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് തിന്മയെ, രോഗത്തെ, പ്രതിസന്ധികളെ, തകർച്ചകളെ, കടബാധ്യതകളെ മാറ്റാൻ കഴിവുള്ള ഒന്നാണ്. അത് മാറാതിരിക്കണമെങ്കിൽ ഈ വ്യക്തി പ്രാർത്ഥിക്കാതിരിക്കണം. പ്രാർത്ഥിക്കാതിരുന്നാൽ പിശാചിന് ആ കുടുംബത്തിൽ, ആ വ്യക്തിയിൽ സ്വാധീനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നന്നായിട്ട് അറിയാവുന്ന ആളാണ് പിശാച്. അതുകൊണ്ട് പിശാച് ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ, ഒരു കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ആ വീട്ടിലെ പ്രാർത്ഥനയെ പൊളിച്ചു കൈ കൊടുക്കും. ആ വ്യക്തിയുടെ പ്രാർത്ഥനയെ ഇല്ലാതാക്കി കൊടുക്കും. എന്നിട്ട് അവനോട് ആധിപത്യം ഉറപ്പിക്കും. ഇങ്ങോട്ട് നോക്കൂ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തേക്ക് പോവില്ല. ഇനി സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ 10-11 വാക്യങ്ങളിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനുശേഷം നമ്മളൊന്ന് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹന്ന അന്നത്തെ കാലത്ത് മക്കൾ ഇല്ലാത്തത് ശാപത്തിന്റെ അടയാളമാണ്. ശാപത്തിന്റെ അടയാളമാണ്. നിങ്ങൾക്കറിയാമോ, എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നത്. അതിലൊരാളാണ് ഹന്ന. ഹന്ന വളരെ വേദനയോടെ ജീവിച്ച സ്ത്രീയാണ്. പാവപ്പെട്ട സ്ത്രീ, മക്കളില്ല, നാട്ടുകാരുടെ പുച്ഛം, ഭർത്താവിന്റെ മറ്റേ ഭാര്യയുടെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, കുത്തുവാക്കുകൾ എല്ലാം കേട്ട് ഈ സ്ത്രീ മടുത്തു. ഞാൻ വിചാരിക്കുകയാണ്, സ്വന്തം ഭർത്താവ് ചിലപ്പോൾ കളിയാക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ ഭർത്താവിന്റെ കൂടെയുള്ള ആ ഭാര്യ ഈ സ്ത്രീയെ വല്ലാതെ കുറ്റപ്പെടുത്തുമായിരുന്നു. ഈ സ്ത്രീ ഇതെല്ലാം സഹിച്ചു, വേദനിച്ചു. അങ്ങനെ ഷീലോയിൽ വെച്ച് ഭക്ഷണവും പാനീയം കഴിഞ്ഞപ്പോൾ ഈ പാവപ്പെട്ട ഹന്ന നേരെ ദേവാലയത്തിലേക്ക് പോയി. ഒരു പ്രതിസന്ധി, ഒരു പ്രയാസം, ഒരു വേദന, ഒരു ദുരിതം, ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ പോയി മദ്യപാനത്തിലല്ല പോകേണ്ടത്, നമ്മൾ ക്ലബിലേക്കല്ല പോകേണ്ടത്, നമ്മൾ നാട്ടുകാരുടെ അടുത്ത് പരാതി പറയാനല്ല പോകേണ്ടത്. നമ്മൾ ദേവാലയത്തിലേക്ക് പോകണം. ദേവാലയത്തിൽ എന്തിനാ പോകുന്നത്? പ്രാർത്ഥിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ, പ്രൈസ് ദി ലോർഡ്. ദേവാലയത്തിൽ പോകുന്ന പ്രാർത്ഥിക്കാനാണ്. പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക്, പ്രാർത്ഥിക്കുന്ന സമൂഹത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. ഹന്ന നമ്മളെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം അതാണ്. അവൾ ദേവാലയത്തിലേക്ക് പോയി. പുരോഹിതൻ ഒരു പീഠത്തിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൾ അത് കണ്ടില്ല, ആരെയും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഹന്ന ദേവാലയത്തിലേക്ക് ചെന്ന്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ എഴുതിയിരിക്കുകയാണ് 10-11 വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൾ ഹൃദയം നൊന്ത് കരഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിച്ചു. ശ്രദ്ധിച്ച്, അവൾ ഹൃദയം നൊന്ത് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരവുണ്ടായി. നിങ്ങൾക്കറിയാമോ, അതിന്റെ 21 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഹന്നായുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത ഉത്തരമാണ് നമ്മുടെ സാമുവേൽ പ്രവാചകൻ. ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാം. എല്ലാവരും പറയാം. ഹന്നായുടെ പ്രാർത്ഥനയ്ക്ക്, അത് ഹൃദയം നൊന്ത് കരഞ്ഞുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് സാമുവേൽ പ്രവാചകൻ. ഒരു വിശുദ്ധനായ മനുഷ്യനെ ഈ ഭൂമിയിൽ ജനിപ്പിക്കാൻ അതിനു മുൻപേ അമ്മ കണ്ണീരുടെ ലോകത്ത് പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ശക്തി അടുത്ത തലമുറയുണ്ടാവും. ഈ കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ പറഞ്ഞ സംഭവം ഞാൻ എന്റെ മനസ്സിൽ ഓർക്കുകയാണ്. ഒരു പാവപ്പെട്ട കുട്ടി അവൾ ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ 8-10 വയസ്സേ ഉള്ളൂ. എന്റെ സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ് അവിടെ ഇരുന്ന് നന്നായിട്ട് പാട്ട് പാടുകയാണ്. ഈ കുട്ടിയാണെങ്കിൽ പാടത്തില്ല, പാടാൻ അറിയത്തുമില്ല. എന്റെ സഹോദരങ്ങളെ, ഈ പെൺകുട്ടി എന്തെന്നറിയാമോ? ഈ സിസ്റ്റേഴ്സ് പാടുന്ന കണ്ടപ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞു, കർത്താവേ,
എനിക്കും പാടാൻ കൃപ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കും പാടാൻ പറ്റിയിരുന്നെങ്കിൽ. എൻ്റെ സഹോദരങ്ങളെ, അതിൻ്റെ ഫലം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ആ തലമുറയിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല. നിങ്ങൾ കേട്ടോ, ആ കുട്ടി വളർന്നു വലുതായി, അതിനെ കെട്ടിച്ചു വിട്ടു. അതിന്റെ ഭർത്താവ് ഒരക്ഷരം പാടാത്ത ഭർത്താവ്, ഈ സ്ത്രീ ഒരക്ഷരം പാട്ട് പാടാത്ത സ്ത്രീ. നിങ്ങൾ കേട്ടോ, അവർക്ക് മക്കൾ ജനിച്ചു, 8 മക്കൾ ജനിച്ചു. 8 പേരും നല്ല പാട്ടുകാര്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ. അതിമനോഹരമായിട്ട് അവര് പാട്ടുപാടുന്നവരായി ആ തലമുറയ്ക്ക് ശേഷം വരികയാണ്. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ഇത് ദൈവത്തിന്റെ സ്നേഹമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് കണ്ണടച്ച് എല്ലാവരും സാധിക്കുന്നവരൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കുറച്ചു നേരം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ക്ഷീണം വരും, നമുക്കറിയാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇവിടെ ഉള്ളവരും പുറത്തുള്ളവരൊക്കെ എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പിടിക്കുക. നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യും. കണ്ണടച്ച് പിടിക്കുക. എന്നിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുക, ദൈവമേ അവിടുത്തെ ആത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചുള്ള ഒരു നല്ല ബോധ്യം എനിക്ക് നൽകണമേ. ഹൃദയത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. ഇന്നുവരെ പ്രാർത്ഥിച്ചു കിട്ടാത്ത ഒരു നിയോഗം ഇപ്പൊ നിങ്ങൾ മനസ്സിൽ ഓർക്കുക. എന്നിട്ട് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളടച്ച് അതരം തുറന്ന് നമ്മുടെ കർത്താവിന്റെ മുഖത്തിലേക്ക് ഹൃദയം കൊണ്ട് നോക്കി ഹൃദയ പരമാർത്ഥതയോടെ ഹന്നായുടെ പ്രാർത്ഥന ഓർക്കണം. അവൾ ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ സഹോദരങ്ങളെ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നല്ല സ്നേഹത്തിൽ, നല്ല വിശ്വാസത്തിൽ ഒരു 2 മിനിറ്റ് നേരം ഉറക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവേ, ആരാധന ആരാധന. പോരാ, കുറച്ചുകൂടെ വിശ്വാസത്തോടെ, കുറച്ചുകൂടെ നന്നായിട്ട് ഹൃദയ പരമാർത്ഥതയോടെ എല്ലാവരും സ്തുതിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ, ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ, ആരാധന ആരാധന ആരാധന. കർത്താവേ, അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണമേ. ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടിയില്ലല്ലോ എന്ന് നിരാശപ്പെട്ട് നിൽക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ആരാധന ആരാധന ആരാധന. യേശു ആരാധന ആരാധന ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരിക്കാം. നിങ്ങൾ മടുത്തില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശാന്തമായിട്ടിരിക്കാം. ഒരു ഭാഗം കൂടെ നമ്മൾ കേട്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. 8:30 ആകുമ്പോൾ എല്ലാം പൂർത്തിയാവും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിന്റെ 20-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു ഭാഗമുണ്ട്, രംഗമുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഹെസക്കിയ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. ആ രാജാവ് രോഗബാധിതനായി. അങ്ങനെ അദ്ദേഹം മരണത്തോടടുത്ത് കട്ടിലേക്ക് കിടക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ പ്രവാചകനായിരുന്നു യേശയ്യാ പ്രവാചകൻ. യേശയ്യാ പ്രവാചകന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. അതിങ്ങനെയാണ്: നീ ചെന്ന് എന്റെ ജനത്തിന്റെ രാജാവിനോട് ഇങ്ങനെ പറയുക, നിന്റെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊള്ളുക. എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. രോഗിയായി കിടക്കുന്ന ഈ രാജാവിനോട് പ്രവാചകൻ വന്ന് ഈ വാക്ക് പറഞ്ഞാൽ ഇനി പ്രതീക്ഷയ്ക്ക് വല്ല വകയുണ്ടോ? സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക. ദൈവം പറഞ്ഞിട്ടാണല്ലോ പ്രവാചകൻ സംസാരിക്കുന്നത്. ഇനി പ്രതീക്ഷയ്ക്ക് എന്താണ് വക? പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തപ്പോഴും ദൈവത്തിലുള്ള ആശ്രയ ബോധത്തിൽ ഹെസക്കിയ ഈ വാക്ക് കേട്ടപ്പോൾ ചുമരിന് നേരെ തിരിഞ്ഞു കിടന്ന് ഒരു പ്രാർത്ഥനയാണ്: ദൈവമേ, ഞാൻ നിന്റെ മുൻപിൽ എത്ര വിശുദ്ധിയോടെ, എത്ര സത്യസന്ധതയോടെ ജീവിച്ചു എന്ന് നീ ഓർക്കണമേ. ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: അനന്തരം ഹെസക്കിയ വേദനയോടെ കരഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, ഈ പ്രവചനം നടത്തിയിട്ട് ദൈവം പറഞ്ഞ ഈ കാര്യം പറഞ്ഞിട്ട് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവ് വിടുന്നതിന് മുൻപ് ഈ പ്രവാചകന് വീണ്ടും കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. അപ്പോൾ ഒരു നീതിമാന്റെ പ്രാർത്ഥന എത്ര പെട്ടെന്നാണ് ദൈവസന്നിധിയിൽ എത്തി അത് ഫലം പുറപ്പെടുവിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. അത് ഈ വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ഉണ്ടാകണം. അല്ലാണ്ട് ഞാൻ പ്രാർത്ഥിച്ചു മടുത്തു, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ആത്മഹത്യ വഴിയുള്ളൂ, അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിന് പിന്നാലെ പോകാമെന്ന് ചിന്തിക്കരുത്. ദൈവത്തിൻ്റെതായ സമയമുണ്ട്. ഈ പറയുന്ന വേട് ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഒരു പ്രാർത്ഥനയും കാലഹരണപ്പെട്ട് പോവില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് ഫലം പുറപ്പെടുവിക്കും. അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം.
എന്നിട്ട് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ദിനരാത്രങ്ങൾ നമ്മൾ ചെലവഴിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെസക്കിയ രാജാവിനോട് ഈ വാക്ക് പറഞ്ഞിട്ട് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവ് വിടുന്നതിന് മുൻപ് ഈ പ്രവാചകന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വീണ്ടും വന്നു. ദൈവം പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക, നീ തിരിച്ചു ചെന്ന് എന്റെ രാജാവിനോട് പറയുക. 2 കാര്യമാണ് അവിടെ പ്രവാചകൻ എടുത്തു പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. 1, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു. 2, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു. എന്നിട്ട് പ്രവാചകൻ പറയാണ്, നീ മരിക്കുകയില്ല, സുഖം പ്രാപിക്കും. നീ മരിക്കുകയില്ല, സുഖം പ്രാപിക്കും. എന്റെ സഹോദരങ്ങളെ, ആ രാജാവിനുണ്ടായ സന്തോഷം ചിന്തിച്ചു നോക്കുക. ആ രാജാവിന്റെ ആയുസ് 15 വർഷം കൂടെ ദൈവം നീട്ടിക്കൊടുക്കുകയാണ്. ഒറ്റ പ്രാർത്ഥനയ്ക്ക് 15 വർഷത്തെ ആയുസ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാതിരിക്കുന്നവരുടെ ആയുസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും, പ്രാർത്ഥിക്കുന്നവരുടെ ആയുസ് കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊള്ളുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ, അദ്ദേഹം ഹിന്ദുവാണ്, അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ ജോസഫ് എന്നാണ്. ഇതിനു മുൻപ് ആ മനുഷ്യൻ ഒരു ഹൈന്ദവ കുലത്തിൽ ജനിച്ച് വളർന്ന ഒരു മനുഷ്യനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അശോകൻ എന്ന പേരിലാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിന്റെ ജനനത്തിൽ തന്നെ ഒറ്റ കിഡ്നി ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ കിഡ്നി. മദ്യപിച്ച് ആ കിഡ്നി ഫെയിലിയറായി. അങ്ങനെ നമ്മുടെ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ റോയി, നെഫ്രോളജിസ്റ്റ്. അദ്ദേഹം പറഞ്ഞു, നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. നിങ്ങൾ കേട്ടോ, അദ്ദേഹം ഈ അശോകന്റെ ചെവിയിൽ ഒരു വാക്ക് പറഞ്ഞു, മെഡിക്കൽ കോളേജ് വെച്ച്, 3 മാസം കൊണ്ട് നീ മരിക്കും. എന്നിട്ട് ചെവിയിൽ പറഞ്ഞു, അശോക, യേശുവിനോട് പ്രാർത്ഥിക്കുക, അവർ നിന്നെ സുഖപ്പെടുത്തും. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാകണം, നമ്മുടെ കർത്താവിനോട് സ്നേഹം തോന്നണം. അശോകൻ അത് അറിഞ്ഞുകൂടാ പ്രാർത്ഥന, എങ്കിലും അശോകൻ പള്ളിയിൽ പോകാറില്ല, അമ്പലത്തിലും പോകാറില്ല. അശോകനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോവാണ്. വർഷങ്ങൾക്ക് മുൻപ്, 18 വർഷം മുൻപ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ അശോകനെ കൊണ്ടുപോയിട്ടു. 2 പേര് നോക്കാനുണ്ട്. യൂറിൻ പാസ് ചെയ്യുന്ന ബ്ലഡാണ്. കിടന്ന് കിടപ്പ്. ടി-വിയിൽ യേശുക്രിസ്തുവിനെ കാണാനേ അശോകന് പറ്റുള്ളൂ, പ്രസംഗം ടി-വിയിൽ കേൾക്കാനേ പറ്റുള്ളൂ. രോഗികളുടെ മുറിയിൽ അശോകൻ കിടക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഒരു ദിവസം വെറും നിർവികാരതയിൽ കടന്നുപോയി. 2ാമത്തെ ദിവസം അശോകൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു, കർത്താവേ, എനിക്കൊരു ജീവിതം തിരിച്ചു തരണം. എൻ്റെ സഹോദരങ്ങളെ, എന്ത് സംഭവിച്ചെന്നറിയാമോ? അശോകൻ കരങ്ങൾ ഇങ്ങനെ പിടിച്ച് അല്പാൽപ്പം പ്രാർത്ഥിക്കാൻ ആരംഭിച്ചപ്പോൾ ദൈവം പ്രവർത്തിക്കാൻ ആരംഭിച്ചു. നിങ്ങൾ വിശ്വസിക്കുവോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും യാഥാർത്ഥ്യം ഇതാണ്. ആ മുറിയിൽ കിടന്നുകൊണ്ട് അശോകൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എന്നെ സുഖപ്പെടുത്തണമേ. 2ാമത്തെ ദിവസം ആരാധന നടക്കുമ്പോൾ രാത്രിയിൽ പനക്കിലച്ചൻ ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ ടി-വിയിൽ തിരുവോസ്തിയിലേക്ക് നോക്കി അശോകൻ പ്രാർത്ഥിക്കുകയാണ്, അതെന്റെ കർത്താവാണ്, അത് പറഞ്ഞ അശോകൻ പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ആ സമയത്തൊരു അത്ഭുതം ഉണ്ടായി. ടി-വിയിൽ കാണുന്ന തിരുവോസ്തി വലിയ തിരുവോസ്തിയാണ്, അത് 2ആയിട്ട് അങ്ങ് പിളർന്നു. ആ പിളർന്ന തിരുവോസ്തിയിൽ നിന്ന് നമ്മുടെ കർത്താവ് പുറത്തേക്ക് ഇറങ്ങി നടന്ന് ആ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ അശോകൻ കടന്ന മുറിയിൽ യേശുക്രിസ്തു എത്തി. എന്നിട്ട് അശോകന്റെ 2 ഷോളറിൽ പിടിച്ചിട്ട് കർത്താവ് പറഞ്ഞു, അശോക, എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. പിന്നെ ഒരു കൂട്ടക്കരച്ചിലാണ് സഹോദരങ്ങളെ. നോക്കുമ്പോൾ അശോകൻ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി. മാസങ്ങളായിട്ട് അനങ്ങാൻ പറ്റാത്ത അശോകൻ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത സെക്കൻഡ് ആൾക്കാർ നോക്കുമ്പോൾ ഇതാ അശോകൻ എഴുന്നേറ്റ് നിൽക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരും കരയാൻ തുടങ്ങി. ഒരു പുതിയ കിഡ്നി ആ രാത്രിയിൽ നമ്മുടെ അശോകന്റെ ദേഹത്ത് നമ്മുടെ കർത്താവ് വെച്ചു കൊടുത്തു. ഒരു പുതിയ കിഡ്നി, ഒരു മനുഷ്യന്റെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനയ്ക്ക് കർത്താവ് കൊടുത്ത ഉത്തരമാണ്. ഒരു കിഡ്നി പുതിയതായി കർത്താവ് ആ ശരീരത്തിൽ ഫിറ്റ് ചെയ്തു. ഇന്ന് 19 വർഷം കഴിഞ്ഞു. ആ മനുഷ്യന്റെ ശരീരം നമ്മളെ പോലെ ആരോഗ്യമുള്ള ഉത്തമമായ ഒരു ശരീരമായി ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണ്. അശോകൻ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ ചേർന്ന് 1ാം തരം വിശ്വാസിയായി ഇന്ന് സുവിശേഷ വേല ചെയ്യാണ്. ആ രാത്രി കണ്ണുനീരോടെ നമ്മളെ കർത്താവിനെ വിളിച്ചപ്പോൾ അവിടെ പ്രവർത്തിച്ച ഒരു ദൈവമുണ്ട്, അവിടെ പ്രവർത്തിച്ച ഒരു യേശുക്രിസ്തു ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചു മടുത്തു എന്ന് പറഞ്ഞത് നിർത്തുമ്പോൾ ഒരു കാര്യം ഓർക്കണം. അത്ഭുതം ചെയ്യാൻ വേണ്ടി സമീപത്തെത്തിയ കർത്താവ് പ്രാർത്ഥന നിർത്തിയപ്പോൾ തിരിച്ചുപോയ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അത്ഭുതം ചെയ്യാൻ വേണ്ടി നമ്മുടെ വീടിനരികിലെത്തിയ, നമ്മുടെ കുടുംബത്തിനരികിലെത്തിയ, നമ്മുടെ സമീപത്തെത്തിയ യേശുക്രിസ്തു പ്രാർത്ഥന നമ്മൾ നിർത്തി അന്ധവിശ്വാസത്തിലേക്ക് പോയപ്പോൾ മടങ്ങിപ്പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓരോരുത്തരും ഓർക്കണം. നമ്മുടെ കർത്താവിന്റെ കാതുകൾ പ്രാർത്ഥന കേൾക്കാനാവാത്ത വിധം അങ്ങ് അടഞ്ഞുപോയിട്ടില്ല.
നമ്മുടെ കണ്ണുനീരും വേദനയും കാണാത്ത വിധത്തിൽ അവിടുത്തെ കണ്ണുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇന്നും അത് സജീവമാണ്, ഇന്നും അത് വളരെ ആക്റ്റീവാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാൻ ആരംഭിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാൻ ആരംഭിക്കും. അതുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുക്കുക. നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതം, നഷ്ടപ്പെട്ടു പോയ കൂദാശ ജീവിതം, നഷ്ടപ്പെട്ടു പോയ ദൈവാരാധനകൾ, നഷ്ടപ്പെട്ടു പോയ വചന പ്രാർത്ഥനകൾ, പ്രിയപ്പെട്ടവരെ, നാം പുനരാരംഭിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ കുടുംബം ഇന്ന് പിശാചിന്റെ പിടിയിലാണോ? നിങ്ങൾ ഇന്ന് പിശാചിന്റെ പിടിയിലാണോ? എങ്കിൽ ഒരു കാര്യം ഓർക്കുക. ഈ രാത്രി കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗത്തെ, പിശാച് എന്ന് പറയുന്ന വർഗത്തെ ബഹിഷ്കരിക്കാൻ പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രാർത്ഥിക്കുന്നവരിൽ അവന്റെ പ്രലോഭനം ഉണ്ടാവില്ല എന്നും അർത്ഥമില്ല. 40 ദിനരാത്രങ്ങൾ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ നമ്മുടെ കർത്താവിന് മുമ്പിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മാലാഖയല്ല, പിശാചാണ്. ഏതൊരു വ്യക്തി, ഏതൊരു സമൂഹം, ഏതൊരു കുടുംബം എവിടെ പ്രാർത്ഥന ആരംഭിക്കുന്നുവോ അതിനെ തകർക്കാൻ അതിന്റെ മുമ്പിൽ കഴുകനെ പോലെ വട്ടമിട്ട് പറക്കുന്ന സാത്യാന്യ ശക്തികൾ ഉണ്ട് എന്നൊരു തിരിച്ചറിവും ഈ ക്ലാസിന്റെ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിച്ചത് മനസ്സിലാക്കണം. നമ്മളെ നശിപ്പിക്കുന്ന ഒരു സാത്താൻ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പത്രോസിനോട് പറഞ്ഞത് എന്നാന്നറിയാമോ? ശിമയോൻ, ശിമയോൻ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. വചനം കേട്ട്, ശിമയോൻ, ശിമയോൻ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ്ലീഹായോട്, ആദ്യത്തെ മാർപ്പാപ്പയോട് നമ്മുടെ കർത്താവ് പറയാണ്, ശിമയോൻ, ശിമയോൻ, സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്റെ മകനെ, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ അതിന്റെ പവർ? മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം. കർത്താവ് നമുക്ക് കാണിച്ചെന്ന മാതൃകയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അതിങ്ങനെയാണ്: യേശുക്രിസ്തു അതിരാവിലെ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അതിരാവിലെ ഉണർന്നൊരു വിജന സ്ഥലത്തേക്ക്. ഈ ശിഷ്യന്മാരെല്ലാം കൂടെ അതിരാവിലെ 9 മണിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോൾ കർത്താവിനെ കാണാനില്ല സഹോദരങ്ങളെ. അവരുടെ അതിരാവിലെ 9 മണിയാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. അതിരാവിലെ പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹം കിട്ടുമെന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആ സത്യം യേശുക്രിസ്തു നമുക്ക് ഉറപ്പിച്ചു തരികയാണ്. യേശുക്രിസ്തുവിനെ അന്വേഷിച്ച് ഇവർ ചെല്ലുമ്പോൾ മലമുകളിൽ പിതാവുമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം യേശുക്രിസ്തു. ദൈവമായിരുന്നിട്ട് പോലും ഞാനും നിങ്ങളുമൊക്കെ പഠിക്കേണ്ടതിന്, പ്രാവർത്തികമാക്കേണ്ടതിന് ദൈവം നമുക്ക് നൽകിയ മാതൃകയാണ്. അതിരാവിലെ എഴുന്നേറ്റ് ഒരു വിജന സ്ഥലത്ത് പോയി അവിടെ പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച് തിരിച്ച് മറ്റൊരു സ്ഥലത്ത് പോയി സുവിശേഷം പ്രസംഗിക്കുന്ന നമ്മുടെ കർത്താവ് കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ഇന്ന് ശക്തിയായി നമ്മുടെ പിന്നിൽ നിൽക്കുന്നത് ഈ പ്രാർത്ഥനയാണ്. അത് മറക്കരുത്. ഈ ശക്തിയെ തകർക്കുകയാണ് ഇന്ന് സാത്താൻ ചെയ്യുന്നത്. ഈ ഒരു അത്ഭുതം, പ്രാർത്ഥനയിലൂടെ ലോകത്തുണ്ടാകേണ്ട അത്ഭുതം, അത് നടക്കാതിരിക്കാനാണ് എന്റെ സഹോദരങ്ങളെ പിശാച് ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പലരും പ്രാർത്ഥിച്ചു മടുക്കുന്നത്. അതുകൊണ്ടാണ് പലർക്കും പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുന്നത്. അതുകൊണ്ടാണ് പലർക്കും പ്രാർത്ഥന വിരസമായി തോന്നുന്നത്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു സംഭവം പറയാനുണ്ട്. 21-ാമത്തെ വയസ്സിൽ ധ്യാനം കൂടിയ ആളാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് 47 വയസ്സ് പ്രായമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 21-ാമത്തെ വയസ്സിൽ ധ്യാനം കൂടി തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കി വിളിക്കുമായിരുന്നു, ആത്മീയാത്ര വരുന്നുണ്ട്, ആമേൻ. ഇനി നിങ്ങൾ ആ പേര് നെറ്റിലേക്ക് കൊടുക്കാൻ നിൽക്കരുത്, അതെന്നെ കളിയാക്കി വിളിച്ച പേരാണ്. എൻ്റെ സഹോദരങ്ങളെ, ആത്മീയ യാത്ര വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇനി നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കരുത്. നോക്ക്, ആ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ ചെയ്ത പണിയെന്നറിയോ നിങ്ങൾക്ക്? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും. ഇന്ന് ഒരുപാട് മനുഷ്യന്റെ പ്രശ്നമാണ് പ്രാർത്ഥിക്കാനിരുന്നാൽ ഉറക്കം വരിക, അല്ലെങ്കിൽ പല വിചാരം. എന്റെ ചേട്ടാ, ഏതെങ്കിലും ഒരു പല വിചാരം ഒന്ന് പറയാമെന്ന് ചോദിച്ചാൽ ആ ചേട്ടൻ പറയും, എന്റെ ബ്രദറിനോട് പറയാൻ പറ്റിയ ഒരു സൈസും നല്ലതായിട്ട് ആ വിചാരത്തിൽ ഇല്ല. ആ സൈസ് വിചാരമാണ് വരുന്നത് പലർക്കും. എന്തായാലും ഞാനും തദൈവ തന്നെ. എന്റെ സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ 21 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഇപ്പോഴല്ല പണ്ട്, ഞാൻ അതിനെ തോൽപ്പിച്ചത് എങ്ങനെയാണെന്നറിയാമോ? മെഴുകുതിരി ഉരുക്കി എന്റെ കയ്യിലേക്ക് ഒഴിക്കും. മെഴുകുതിരി ഉരുക്കി കയ്യിൽ ഒഴിച്ചിട്ട് ആ ചൂട് മാറുന്നോളം വരെ ഉറങ്ങാതെ പ്രാർത്ഥിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഡള്ളപ്പിന്റെ ബെഡിൽ ഇരുന്ന്
കുലുങ്ങി കുലുങ്ങി പ്രാർത്ഥിച്ചാൽ ദൈവം പ്രസാദിക്കുമെന്ന് വിചാരിക്കരുത്. ഇഗ്നേഷ്യസ് ലയോള 12 മണിക്കൂർ സമയം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച വിശുദ്ധനാണ് ഇഗ്നേഷ്യസ് ലയോള. അതുകൊണ്ട് സഭയെ ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റി. ഇന്ന് നിങ്ങളുടെ കുടുംബം രക്ഷപ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? തിരിച്ച് ബൈബിളിലേക്ക് വരിക. എവിടെ? അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 1 മുതൽ അതിന്റെ 8 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് എത്ര വചനം കേട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. ഈ വചനഭാഗം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കും. അവിടെ കൊർന്നേലിയൂസ് എന്ന് പറയുന്ന ഒരു ശതാധിപനെ കുറിച്ച് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വചനത്തിൽ. ശ്രദ്ധിച്ചു കേൾക്കുക. കൊർന്നേലിയൂസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഇത്തിലിക്ക എന്ന് വിളിക്കുന്ന സൈന്യ വിഭാഗത്തിലെ ശതാധിപനാണ്. ഇദ്ദേഹം ഒരു വിശ്വാസിയല്ല. വിശ്വാസി എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തെ ക്രൈസ്തവ വിശ്വാസം, അന്നത്തെ യഹൂദ വിശ്വാസം അല്ലാത്ത ആളാണ്. മറ്റേതോ വിശ്വാസത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ബൈബിൾ വിശദീകരിക്കുന്നത് ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. അദ്ദേഹത്തിന്റെ പ്രത്യേകത ഇതാണ്: അദ്ദേഹവും കുടുംബവും ദൈവഭയം ഉള്ളവരായിരുന്നു. ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്: അദ്ദേഹവും കുടുംബവും നല്ല ദൈവഭയം ഉള്ളവരായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത, അവർ ഉദാരമായി ദാനധർമ്മം ചെയ്യുമായിരുന്നു. മൂന്നാമത്തെ പ്രത്യേകത, അവർ നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. 2 നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് നിങ്ങൾ വിട്ടുകളയുക. ഈ കാര്യം നിങ്ങൾ എടുക്കുക. അവനും അവന്റെ കുടുംബവും നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാക്കോർക്കണം, നിരന്തരം അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ പോരെ എന്ന ചോദ്യത്തിന് ഉത്തരം ഇവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരാഴ്ച പ്രാർത്ഥിച്ചാൽ പോരെ? ഒരു വർഷം പ്രാർത്ഥിച്ചാൽ പോരെ? എന്താ കർത്താവിന് ചെവിയേക്കാൻ പാടില്ലേ? ഇങ്ങനെ അധികം പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ബുദ്ധിജീവികൾക്കുള്ള മറുപടിയാണ്: നിരന്തരം അവനും അവന്റെ കുടുംബവും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് അതിന് പ്രത്യേകത? എന്താണ് പിന്നീട് അവിടെ സംഭവിച്ചത്? അത് ശ്രദ്ധിച്ചു കേൾക്കുക എന്റെ സഹോദരങ്ങളെ. അവന്റെ നിരന്തരമായ പ്രാർത്ഥന ദൈവം കേൾക്കാതിരുന്നില്ല. അതിനൊരു ഉത്തരം കൊടുത്തു. വളരെ മനോഹരമാണ് ഉത്തരം. ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അവൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദൂതൻ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭയപ്പെട്ടു പോയി കൊർന്നേലിയൂസ്. അതിനു മുമ്പ് അവനത് കണ്ടിട്ടില്ല. കൊർന്നേലിയൂസ്, പ്രഭു എന്താണിത്? ഉടനെ ആ ബാലക പറഞ്ഞു: കൊർന്നേലിയൂസ്, നീ ഭയപ്പെടേണ്ട. നിന്റെ ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഈ രാത്രിയിൽ നിന്റെ പ്രാർത്ഥനയും നിന്റെ ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മളെ ഓർക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. ദൈവം നമ്മളെ സ്മരിക്കാൻ ഇടവരുന്നത് നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തുമ്പോഴാണ്. ദൈവം നമ്മളെ ഓർക്കുക. ഈ ശതാധിപനെ ദൈവം ഓർത്തു. എപ്പോൾ? അവന്റെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം അവനെ ഓർത്തു. ദൈവമേ, നീ എന്നെ ഓർക്കണമേ എന്ന് പ്രവാചകന്മാർ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ, നീ എന്നെ ഓർക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തെ ദൈവം ഓർക്കും. എപ്പോഴാണെന്നറിയാമോ? ഭാര്യയും മക്കളും മാതാപിതാക്കളും എല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഭയെ ദൈവം ഓർക്കും. സഭാമക്കൾ ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഓർക്കും. പുറപ്പാടിന്റെ പുസ്തകം 2-ാം അധ്യായം 23, 24, 25 വാക്യങ്ങളിൽ ഒരോർമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്രായേൽക്കാർ ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്ന് കരയാണ്. ആ നിലവിളി നിങ്ങൾക്ക് അറിയാമോ? അതറിയണമെങ്കിൽ ഈജിപ്തിൽ പോയിട്ട് പിരമിഡ് കാണണം. അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പാവപ്പെട്ട യഹൂദരെ, അന്നത്തെ ഈജിപ്തിന് ഫറോവ സൈന്യവും അതിന് മേലാളന്മാരും ചെയ്തുകൂട്ടിയ അധർമ്മം കാണണമെങ്കിൽ, എന്റെ സഹോദരങ്ങളെ, അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന അടിമത്തത്തിൽ കഴിയുന്ന ഒരു സമൂഹത്തിന്റെ നിലവിളി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതത്ര ഈസിയല്ല. കാരണം നമ്മൾ അടിമകളല്ല, നമ്മൾ സ്വതന്ത്രരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടിമത്തത്തിൽ കിടന്ന ഈ ഇസ്രായേൽ ജനം, ബൈബിൾ എഴുതിയിരിക്കുകയാണ്, അവർ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരെ ദൈവം ഓർത്തു. അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് ദൂരെ മലമടക്കുകളിൽ ആടിനെ മേച്ചുകൊണ്ടിരുന്ന മോശപ്രവാചകനെ പിടിച്ച് ഈജിപ്തിന്റെ അടിമത്തത്തിലേക്ക് വിടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർമ്മ മറക്കരുത്. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഘടകമാണ്. നമ്മുടെ വേദനകളെ ദൈവം ഓർക്കുന്ന ഒരു സമയമാണത്. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ ഓർമ്മകൾ ഉണരുന്നത് നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ദൈവം നിന്റെ വേദന ഓർക്കുന്നത് നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഈ കൊർന്നേലിയൂസിനെ കർത്താവ് ഓർത്തു. അവന്റെ വീട്ടിലേക്ക് ദൈവം തന്റെ ദൂതനെ നിയോഗിച്ചു. തുടർന്ന് സംഭവിക്കുന്ന കാര്യം മനോഹരമാണ്. ആ ദൂതൻ നേരിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ആ കുടുംബത്തിലുള്ള രക്ഷയുടെ മാർഗം.
എൻ്റെ സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ലേ നമ്മൾ പ്രാർത്ഥിച്ചാൽ? നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കില്ലേ നമ്മൾ പ്രാർത്ഥിച്ചാൽ? 100% അത് സംഭവിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 25 വർഷത്തെ എൻ്റെ അനുഭവം അതാണ്. ഞാൻ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് പോയി. അവിടെ ചെന്നപ്പോൾ സംഭവിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒരു കുടുംബം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ വട്ടാലിച്ചൻ്റെ കൂടെ പോയതാണ് സ്വിറ്റ്സർലൻഡ്, ലോകത്തിലെ ഏറ്റവും നല്ല സുന്ദര രാജ്യങ്ങളിൽ ഒന്ന്. ആ പെൺകുട്ടിയും കുടുംബവും പ്രാർത്ഥിക്കാൻ വന്നു. നമ്മുടെ ഇവിടുത്തെ ഡിഗ്രിക്ക് തത്തുല്യമായ ഒരു എക്സാം ആ പെൺകുട്ടി എഴുതിയിട്ടുണ്ട്. 30 പേര് ആ എക്സാമിൽ തോറ്റുപോയി. 30 പേര് തോറ്റുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടിയും 30 പേരും റീവാലുവേഷൻ കൊടുത്തു. ആ പെൺകുട്ടിയുടെ അപ്പനോട് പറഞ്ഞു, ബ്രദറെ, റീവാലുവേഷൻ കൊടുത്തിട്ട് കാര്യമില്ല, ജയിപ്പിക്കാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞു, നെഗറ്റീവ് പറയണ്ട, ദൈവത്തിന് നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ പറ്റും. എന്തായാലും ആ പെൺകുട്ടിക്ക് നല്ല ബോധ്യമുള്ള പെൺകുട്ടിയായിരുന്നു. അവൾ കണ്ണുനീരോടെ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ച് കേരളത്തിലെത്തി. 1 മാസം കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ ഒരു കാര്യം നമ്മുടെ കർത്താവ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ചെയ്തു. എന്നറിയാമോ? ആ പെൺകുട്ടിയുടെ അപ്പൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ കുട്ടിയുടെ കൂടെ 29 പേരും കൂടെ റീവാലുവേഷൻ കൊടുത്താണ്, ടോട്ടൽ 30 പേര്. ബ്രദറെ, ആ പ്രാർത്ഥന കഴിഞ്ഞു, നിങ്ങൾ പോയി, ഇന്ന് അവളുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. 30 പേര് റീവാലുവേഷൻ കൊടുത്തതിൽ 29 പേര് തോറ്റുപോയി. ഈ പെൺകുട്ടി മാത്രം ജയിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് അവൾ ഉപരിപഠനം നടത്തുകയാണ്. ഉപരിപഠനം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടോ? അതാണ് ഈ ഒരു ശതാധിപൻ, ദൈവത്തെ അറിയാത്തൊരു മനുഷ്യനാണെങ്കിൽ പോലും അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാൻ നമ്മുടെ കർത്താവ് നേരിട്ട് പ്രവർത്തിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ? നേരിട്ട്. ഇതിന്ന് ലോകത്ത് സംഭവിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ മടുപ്പോ അലസതയോ വിരസതയോ നിങ്ങൾ കാണിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ ഓരോ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടാവും. നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിൽ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഒരു ഷെയ്ക്കാൻ കൊടുത്തിട്ട് ഇങ്ങനെ പറയുക, ഓരോ പ്രാർത്ഥനയ്ക്കും ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരവുണ്ടാവും. പറഞ്ഞേ, എന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കാതെ അടുത്തിരിക്കുന്നവരോട് പറയാൻ, ഓരോ പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ടാവുക. സത്യമാണ്. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഈ ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരവുണ്ട്. അത് ദൈവത്തിന്റെ വചനത്തെ ആധാരമാക്കി ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്, ഒരു സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരാശപ്പെടരുത്. ഞാൻ 10 വർഷമായി ഈ പ്രാർത്ഥന ആരംഭിച്ചിട്ട് എന്ന് പറയരുത്. ഞാൻ 20 വർഷമായി ഈ പ്രാർത്ഥന ആരംഭിച്ചത് എന്ന് പറയരുത്. എന്താ നിങ്ങൾ പറയേണ്ടത്? ദൈവം എന്ന് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവോ അന്ന് വരെ ഇത് തുടരും എന്ന് നിങ്ങൾ പറയണം. അതിനുള്ള തന്റെ ഇടം ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാൻ പോവാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല. ആകാശം മാറാം, മഴയും മഞ്ഞും മാറാം, ഭൂമി മാറാം, എന്നാൽ കർത്താവിന്റെ വചനത്തിന് വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കും. അതോടുകൂടി എല്ലാം തീരും. ഹല്ലേലൂയ, സന്തോഷത്തോടെ പറ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥലത്ത് ഒരമ്മയുടെ പ്രാർത്ഥന, ഒരു പാവപ്പെട്ട സ്ത്രീയുടെ പ്രാർത്ഥന, ഈ വചന ഹൃദയത്തിൽ സൂക്ഷിക്കണേ. സങ്കീർത്തനം 34:19. അതിങ്ങനെയാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കും. ആ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് സൂക്ഷിച്ച്. സങ്കീർത്തനം 34:19. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം ഉരുകിയവരെ അവിടുന്ന് രക്ഷിക്കും. ഒരു പാവപ്പെട്ട സ്ത്രീ, ആ സ്ത്രീയുടെ മോള് കൊച്ചുകുട്ടിയാണ്. അമ്മ എന്തോ അത്യാവശ്യമായിട്ട് കൂലിപ്പണിക്ക് പോകാൻ നേരത്ത് കുട്ടിയോട് പറഞ്ഞു, മോളെ, ഈ കഞ്ഞി വാങ്ങി വെച്ചിട്ട് മോള് സ്കൂളിൽ പോകണം. ആ കുട്ടി കഞ്ഞി വാങ്ങിയപ്പോൾ അതിന്റെ നെഞ്ചിന് കീപ്പോട്ടുള്ള ഭാഗത്തേക്ക് മറിഞ്ഞു വീണ് കംപ്ലീറ്റ് പൊള്ളി. അമ്മ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്നാന്നറിയാം സഹോദരങ്ങളെ? പൊള്ളി ആകപ്പാടെ നാശമായി കിടക്കുന്ന തന്റെ മോൾ എടുത്ത് ആശുപത്രിയിലേക്ക് ഓടി. നമ്മുടെ സിസ്റ്റേഴ്സിന്റെ ഒരു ഹോസ്പിറ്റൽ അങ്ങോട്ട് കൊണ്ടുപോയി. ഒരാഴ്ച കൊണ്ട് ആ കുഞ്ഞിന്റെ ശരീരം പഴുക്കാൻ ആരംഭിച്ചു. ഒരു റൂമിലേക്ക് മാറ്റി, ദുർഗന്ധമായി. വാർഡിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് വാർഡിൽ കിടന്ന റൂമിലേക്ക് മാറി, ദുർഗന്ധമായി. എൻ്റെ സഹോദരങ്ങളെ, ഒരു ദിവസം അമ്മ മരുന്നുമായിട്ട് വന്ന് റൂമിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്നാന്നറിയാമോ? ആ കുഞ്ഞിൻ്റെ ബെഡ്ഷീറ്റേൽ, ആ പ്ലാസ്റ്റിക് ഷീറ്റേൽ വയറിൻ്റെ ഭാഗത്ത് പുഴുക്കൾ നടക്കുകയാണ്, കറുത്ത പുഴുക്കൾ. അത് കണ്ട അമ്മയുടെ ചങ്ക് പൊട്ടി. ആ മരുന്നും കുപ്പി ആ മുറിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അമ്മ ആ ആശുപത്രിയുടെ ചാപ്പലിലേക്ക് പാഞ്ഞു. ഹിന്ദു സ്ത്രീയാന്ന് ഓർക്കണം, ഹിന്ദു സ്ത്രീ. ഇത് കേൾക്കുന്ന ക്രിസ്ത്യാനികൾ ഓർക്കണം നമ്മുടെയൊക്കെ വിശ്വാസവും പ്രാർത്ഥനയും. ആ അമ്മ ചാപ്പലിലേക്ക് പാഞ്ഞു. അതിന്റെ കണ്ണിൽ നിന്ന് രക്തത്തിന്റെ കണ്ണുനീര് താഴേക്ക് വീണു. അതിന് യേശുവിനെ പരിചയമില്ല, യേശുവിനെ അറിഞ്ഞുകൂടാ. എങ്കിലും ഒരു ചെറിയ അറിവുണ്ട്. ആ സ്ത്രീ അവിടെ മുട്ടുകുത്തി 2 കൈ പൊക്കി പിടിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഒന്നിലെ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനെ തിരിച്ചെടുക്കുക. ഒരമ്മയുടെ വേദനയാണ്. ഒന്നിലെ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനെ തിരിച്ചെടുക്കുക. വാവിട്ട് കരഞ്ഞുകൊണ്ട് അത് ആ നിലത്തേക്ക് വീണു. പണ്ട് ഹന്ന ആ ദേവാലയത്തിൽ വീണ് കിടന്നതുപോലെ ഹൃദയം നൊന്ത് കരഞ്ഞു.
എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടോ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം. കുറേ മണിക്കൂറുകൾ കഴിഞ്ഞ് ബോധം കിട്ടിയപ്പോൾ അത് എഴുന്നേറ്റ് മുറിയിലേക്ക് വരികയാണ്. എൻ്റെ കുഞ്ഞിന് മരുന്ന് കൊടുത്തില്ലല്ലോ. അത് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്നറിയാമോ? ആ കുഞ്ഞിൻ്റെ അരികിൽ ഒരു മനുഷ്യനിരിക്കുകയാണ്, കസാരയിട്ട്. സുന്ദരനും സുമുഖനുമായൊരു ചെറുപ്പക്കാരൻ. ഈ സ്ത്രീ വിളിച്ചു പറഞ്ഞു, അവിടെ ഇരിക്കരുത്, എൻ്റെ കുഞ്ഞിൻ്റെ ശരീരം പുഴുത്തു, അത് ദുർഗന്ധമാണ്, അവിടെ ഇരിക്കരുത്. ഈ മനുഷ്യനൊന്ന് ചിരിച്ചു. ഈ സ്ത്രീ അകത്തേക്ക് കയറിയപ്പോഴേക്കും ഈ മനുഷ്യൻ ആ കുഞ്ഞിൻ്റെ ശരീരത്തെ നെഞ്ചുതൊട്ട് താഴെ വരെ 3 പ്രാവശ്യം തലോടി. ഈ സ്ത്രീ അകത്ത് കയറിയപ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പിന്നീട് ഒരിക്കലും ആ സ്ത്രീ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. ഈ സ്ത്രീ മരുന്ന് കുപ്പിയെടുത്ത് തൻ്റെ കുഞ്ഞിൻ്റെ അരിയിലേക്ക് നീങ്ങുമ്പോൾ കാണുന്ന കാഴ്ച, ആ കുഞ്ഞിൻ്റെ ശരീരം മുഴുവനും പരിപൂർണ സൗഖ്യം പ്രാപിച്ചു കിടക്കുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ആ കുടുംബം ഒന്നാം തരം കത്തോലിക്ക കുടുംബമാണ്. 1 മിനിറ്റ് നേരത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടോ? ഒന്ന് സാഷ്ടാംഗം വീണ് കിടന്ന് കരഞ്ഞാൽ ദൈവം നമ്മത് കേൾക്കാതിരിക്കുമോ? പിന്നീട് ആ സ്ത്രീ ഡിവൈൻ ധ്യാനത്തിന് പോയപ്പോൾ ആ സ്ത്രീയുടെ ഏക ആഗ്രഹം എന്നായിരുന്നു അറിയാമോ? എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം. നമ്മളൊക്കെ 100 കൂട്ടം പരാതിയുമായിട്ട് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഈ പാവപ്പെട്ട ഈ ഹിന്ദു സ്ത്രീയുടെ ആഗ്രഹം എന്നാണെന്നറിയാമോ? എനിക്ക് എൻ്റെ കർത്താവിനെ ഒന്ന് കാണണം, എനിക്ക് എൻ്റെ കർത്താവിനെ ഒന്ന് കാണണം. അവളുടെ പ്രാർത്ഥന അതാണ്, എനിക്ക് എൻ്റെ കർത്താവിനെ ഒന്ന് കാണണം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ആ പാവപ്പെട്ട സ്ത്രീയും ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് നിന്നെ ഒന്ന് കാണാൻ ഒരവസരം നൽകണമേ. എൻ്റെ സഹോദരങ്ങളെ, ഒരു രാത്രി ആരാധന സമയത്ത് ഈ സ്ത്രീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ആ സ്ത്രീയുടെ കുഞ്ഞിൻ്റെ അരികിൽ ഇരുന്ന അതേ രൂപത്തിൽ, അതേ ഭാവത്തിൽ നമ്മുടെ കർത്താവ് ഈ പാവപ്പെട്ട അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു, അന്നെൻ്റെ കർത്താവാണ് എൻ്റെ കുട്ടിയെ സുഖപ്പെടുത്തിയത്, അന്നെൻ്റെ കർത്താവാണ് എൻ്റെ കുട്ടിയെ സുഖപ്പെടുത്തിയത്. എൻ്റെ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, ഓരോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കർത്താവാണ്. വാവിട്ട് കരഞ്ഞ് പിന്നീട് ആ സ്ത്രീ കത്തോലിക്ക സഭയിലേക്ക് ചേരുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനം ഇന്ന് നിങ്ങൾ കേട്ടപ്പോൾ എത്ര വചനം നിങ്ങൾ കേട്ടു, എന്തുമാത്രം സംഭവങ്ങൾ ബൈബിളിലൂടെ നിങ്ങൾ മനസ്സിലാക്കി. ഒന്നും ബ്രദർ പറഞ്ഞതല്ല പ്രിയപ്പെട്ടവരെ. 25 വർഷത്തെ എൻ്റെ അനുഭവം, എൻ്റെ സ്വന്തം ജീവിതത്തിലെ കാര്യം ഞാൻ പറയാതിരുന്നത് അത് കേൾക്കുന്ന നിങ്ങൾക്ക് എന്നെക്കുറിച്ചൊരു നെഗറ്റീവ് ചിന്ത ഉണ്ടാകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. പറഞ്ഞാൽ തീരാത്തത്ര അനുഭവങ്ങൾ എൻ്റെ സ്വന്തം ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ അത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിച്ചാണ് ഈ സെഷൻ അവസാനിക്കുന്നത്. ആ സമയത്ത് ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരാൻ പോവാണ്. ഇതിനകത്തിരിക്കുന്നവരും ഇത് കേൾക്കുന്നവരും സാധിക്കുമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ കൂപ്പി കണ്ണടച്ചു പിടിക്കുക. നമ്മൾ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. ദൈവമേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നൊരു ദൈവം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നൊരു ദൈവം, ഏതൊരു പ്രാർത്ഥനയും കാലഹരണപ്പെട്ടു പോവില്ല, ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഫലം ഉണ്ടാകും എന്ന് പഠിപ്പിച്ച ദൈവം ഈ പ്രാർത്ഥനയിൽ ഒരു ഉത്തരം നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിറവേറ്റാത്ത ഒരു കാര്യം ഇപ്പോൾ മനസ്സിലോർക്കുക. പ്രാർത്ഥിച്ച് മടുത്തിട്ട് അത് വേണ്ടാന്ന് വെച്ച് മറ്റു പല വഴിക്ക് പോയ ഒരു കാര്യം മനസ്സിലോർക്കുക. ദൈവം ഒരത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. കർത്താവ് ഒരത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്നവർ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് എൻ്റെ കർത്താവെ ഒരത്ഭുതം പ്രവർത്തിക്കണമേ. ഇനി ഞാൻ പ്രാർത്ഥിച്ച് പരാജയപ്പെടില്ല കർത്താവെ, പ്രാർത്ഥിച്ച് ഞാൻ നേടും, മരിക്കുന്നോളം വരെ ഞാനത് നേടും എന്ന് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസത്തിൽ ഏറ്റു പറഞ്ഞ് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നല്ല വിശ്വാസത്തോടെ കർത്താവിനെ സ്നേഹിച്ച് വിശ്വാസത്താൽ വചനത്തിന്റെ ശക്തിയാൽ ആശ്രയിച്ച് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അതരം തുറന്ന് മനസ്സ് തുറന്ന് നല്ല വിശ്വാസത്തിൽ ഒരു 10 പേർക്കെങ്കിലും കേൾക്കാവുന്ന സ്വരത്തിൽ അങ്ങ് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. പോരാ, അതരം തുറന്ന് പ്രാർത്ഥിക്കുക, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഹന്ന ദേവാലയത്തിലേക്ക് പോയി ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. 1 സാമുവേൽ 1:10-11 വചനം മനസ്സിൽ ഓർക്കുക. 1 സാമുവേൽ 1:10-11 സങ്കീർത്തനം 34 അതിലെ 18-19 വാക്യങ്ങൾ ഓർക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് ആർക്കാണ് ദൈവം സമീപസ്ഥൻ? ഹൃദയം നുറുങ്ങിയവർക്ക്, വെറുതെ നിൽക്കുന്നവർക്കല്ല, കാണുന്നവർക്കും കേൾക്കുന്നവർക്കുമല്ല, മറിച്ച് ഹൃദയം നുറുങ്ങി ദൈവത്തെ വിളിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ കർത്താവേ, വേദനകൾ സൗഖ്യമാകട്ടെ കർത്താവേ, പിശാചിന്റെ ശക്തിയിൽ വിട്ടുപോട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് 1 മിനിറ്റ് ഈശോയോട് മാപ്പി ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തു ഫലം, എൻ്റെ പ്രാർത്ഥന ഇന്നുവരെ ദൈവം കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവര് അതിലൊന്ന് മാപ്പി ചോദിച്ച് പ്രാർത്ഥിക്കുക. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, തമ്പുരാനെ, അവിശ്വാസത്തിന്റെ വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കണമേ കർത്താവേ. ദൈവമേ, ഒരു പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് അങ്ങ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പഠിപ്പിച്ചത് ഞാൻ മറന്നുപോയിട്ടുണ്ട്.
ക്ഷമിക്കണമേ കർത്താവേ. ഈ രാത്രി എല്ലാറ്റിനും മാപ്പ് ചോദിച്ച് തുടർന്നുള്ള നാളുകളിൽ അങ്ങയുടെ മുമ്പിൽ ധീരമായി പ്രാർത്ഥിക്കാൻ, ശക്തിയോടെ വ്യാപരിക്കാൻ അനുഗ്രഹിക്കണമേ കർത്താവേ. നമുക്ക് പ്രാർത്ഥിക്കാം മനസ്സുകൊണ്ട്. പരിശുദ്ധ അമ്മയുടെയും എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനാ കൂട്ടായ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ചൈതന്യത്തോടെ മോശ ജ്വലിപ്പിച്ച തീഷ്ണതയോടെ, ഏലിയായുടെ ചൈതന്യത്തോടെ മോശ ജ്വലിപ്പിച്ച തീഷ്ണതയോടെ, ദാവീദിൽ നിറഞ്ഞ പ്രത്യാശയിങ്കലുള്ള അഭിമാനത്തോടെ പ്രാർത്ഥിക്കാം, 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 അനുഗ്രഹം പ്രാപിക്കാം, പ്രാർത്ഥിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. ഏലിയായുടെ ചൈതന്യത്തോടെ മോശ ജ്വലിപ്പിച്ച തീഷ്ണതയോടെ, ദാവീദിൽ നിറഞ്ഞ പ്രത്യാശയിങ്കലുള്ള അഭിമാനത്തോടെ പ്രാർത്ഥിക്കാം, അനുഗ്രഹം പ്രാപിക്കാം, പ്രാർത്ഥിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. കൈപ്പത്തിയോളം കാർമേഘം പെയ്തിറങ്ങിയ പെരുമഴ പോൽ, കൈപ്പത്തിയോളം കാർമേഘം പെയ്തിറങ്ങിയ പെരുമഴ പോൽ, മോശ നീട്ടിയ വഴിയുടെ മുൻപിൽ ചെങ്കടൽ കീറി മുറിഞ്ഞതുപോൽ, മോശ നീട്ടിയ വടിയുടെ മുൻപിൽ ചെങ്കടൽ കീറി മുറിഞ്ഞതുപോൽ, പ്രാർത്ഥിക്കാം, 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 പ്രാർത്ഥിക്കാം. ഏലിയായുടെ ചൈതന്യത്തോടെ മോശ ജ്വലിപ്പിച്ച തീഷ്ണതയോടെ, ദാവീദിൽ നിറഞ്ഞ പ്രത്യാശയിങ്കലുള്ള അഭിമാനത്തോടെ പ്രാർത്ഥിക്കാം, അനുഗ്രഹം പ്രാപിക്കാം, പ്രാർത്ഥിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. നിൻ തിരുവിരലൊന്നു തൊട്ടാൽ മതി, അടിമുടി ഞാൻ സുഖമായിടും. നിൻ തിരുവിരലൊന്നു തൊട്ടാൽ മതി, അടിമുടി ഞാൻ സുഖമായിടും. ഈ പ്രാർത്ഥനയുടെ ശക്തിയോടെ പ്രാർത്ഥിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. ഈ പ്രാർത്ഥനയുടെ ശക്തിയോടെ പ്രാർത്ഥിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം അനുഗ്രഹം പ്രാപിക്കാം അനുഗ്രഹം പ്രാപിക്കാം ഏലിയായുടെ ചൈതന്യത്തോടെ മോശ ജ്വലിപ്പിച്ച തീഷ്ണതയോടെ ദാവീദിനെ നിറഞ്ഞ പ്രത്യാശയിലുള്ള ഒരു അഭിമാനത്തോടെ പ്രാർത്ഥിക്കാം അനുഗ്രഹം